ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സുഗമ ഹിന്ദി പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ എളുപ്പമുള്ളൊരു എക്സാമാണ്. അപ്പോൾ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അധികവും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഗതിവിധി 1 സൂചന ബാഗീത് പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പോൾ ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുക. അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതുക. അപ്പോൾ ഈ ഒരു കവിത നമ്മൾ മനസ്സിരുത്തി വായിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ ആൻസറും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ആസ്മാൻ മേ ചമക്തേ താരേ. അപ്പോൾ ആസ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആകാശം. താരേ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. ആസ്മാൻ മേ ചമക്തേ താരേ, ലഗത്തെ കിത്തിനെ പ്യാരെ പ്യാരെ, ചോട്ടെ ചോട്ടെ നന്നെ നന്നെ, ചിൽമിൽ ചിൽമിൽ കർത്തെ താരേ, രാത് അന്തേരി ജബ് ഹോത്തി ഹേ. അന്തേരി എന്ന് പറഞ്ഞാൽ എന്താ? ഇരുട്. രാഹ് ദിക്കാത്തെ ഹേ യേ താരെ. രാഹ് എന്ന് പറഞ്ഞാൽ വഴി. രാഹ് ദിക്കാത്തെ ഹേ യേ താരെ, വഴി കാണിച്ചു തരുന്നു ഈ നക്ഷത്രങ്ങൾ. ആത്തെ ഹേ ജബ് കാലേ ബാദൽ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. കാലേ എന്ന് പറഞ്ഞാൽ കറുത്ത. ഇപ്പോൾ ആത്തെ ഹേ ജബ് കാലേ ബാദൽ, കറുത്ത മേഘങ്ങൾ വരുമ്പോൾ ചിപ്പ് ജാത്തെ ഹേ തബ്സേ താര, ഒളിച്ചു നിൽക്കുകയാണ് ഈ നക്ഷത്രങ്ങൾ. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? താരേ കബ് രാഹ് ദിക്കാത്തെ ഹേ, ദിൻകോ രാത്കോ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് രാഹ് ദിക്കാത്തെ ഹേ യേ താരേ. അപ്പോൾ അതിൻ്റെ പുറകെ നോക്കാം. രാത് അന്തേരി ജബ് ഹോത്തി ഹേ, അതായത് രാത്രി ഇരുട്ട് വരുമ്പോൾ രാഹ് ദിക്കാത്തെ ഹേ യേ താരേ, വഴി കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? താരേ കബ് രാഹ് ദിക്കാത്തെ ഹേ, എപ്പോഴാണ് വഴി കാണിച്ചു തരുന്നത്? രാത്കോ, രാത്രിയിൽ. ഇനി അടുത്ത ചോദ്യം നോക്കാം. താരെ കൈസെ ഹോത്തെ ഹേ, ചോട്ടെ ചോട്ടെ ബഡേ ബഡേ. അപ്പോൾ അതും ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ചോട്ടെ ചോട്ടെ നന്നെ നന്നെ അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് ചോട്ടെ ചോട്ടെ നന്നെ നന്നെ. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം ചോട്ടെ ചോട്ടെ. താരെ കൈസെ ഹോത്തെ ഹേ, ചോട്ടെ ചോട്ടെ. ഇനി അടുത്തത് താരെ കഹാം ചമക്തേ ഹേ, എവിടെയാണ് തിളങ്ങുന്നത്? ധർത്തി മേ. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി. ആസ്മാൻ മേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നക്ഷത്രങ്ങൾ എവിടെയാണ് തിളങ്ങുന്നത്? ആസ്മാൻ മേ. അപ്പോൾ അതിൻ്റെ ആൻസറും ഇവിടെയുണ്ട്. ആസ്മാൻ മേ ചമക്തേ ഹേ. കാലേ ബാദൽ കെ ആനെ പർ താരെ ക്യാ കർത്തേ ഹേ. കറുത്ത മേഘങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഖുഷ് ഹോ ജാത്തെ ഹേ ചിപ് ജാത്തെ ഹേ. അതും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആത്തെ ഹേ ജബ് കാലേ ബാദൽ ചിപ് ജാത്തെ ഹേ തബ്സേ താര. അപ്പോൾ എന്താണ്? ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം ഒളിച്ച് നിൽക്കുകയാണ്. ചിപ് ജാത്തെ ഹേ. ഓക്കെ, ചിപ് ജാത്തെ ഹേ. ബാൽഗേത് കെ ലിയെ ഉചിത് ശീർഷക് ലിഖ്, ഒരു നല്ലൊരു ശീർഷകം ടൈറ്റിൽ കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് എന്താ കൊടുക്കാം? ചമക്തേ താരെ, തിളങ്ങുന്ന നക്ഷത്രം. ചമക്തേ താരെ, അല്ലെങ്കിൽ വെറും താരേന്നോ ഒക്കെ കൊടുക്കാം. ചമക്തേ താരെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 2 നീച്ചെ ദിയെ ഗേ വാക്യം സെ ജല സംരക്ഷൺ സംബന്ധി, ജലവുമായി ബന്ധപ്പെട്ട ഒരു വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇതൊന്ന് കണ്ടുപിടിക്കാനാണ്. ജൽ നഹി തോ ജീവൻ നഹി, ജലമില്ലെങ്കിൽ ജീവനില്ല. അപ്പോൾ ഇത് ജലവുമായി ബന്ധപ്പെട്ടതാണ്. പ്ലാസ്റ്റിക് ധർത്തിക്ക് ലിയെ ഹാനികാരക് ഹേ, പ്ലാസ്റ്റിക് പ്രകൃതിക്ക് ഹാനികരമാണ്. അപ്പോൾ ഇത് ജലവുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ. പാനി അമൂല്യ ഹേ ഉസ്കാ സംരക്ഷൺ കരേ, വെള്ളം അമൂല്യമാണ്, അതിനെ സംരക്ഷിക്കണം. ജൽ ജീവൻ കാ ആധാർ ഹേ, ജലം ജീവിതത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ ഇതിൽ 3 ജലവുമായി ബന്ധപ്പെട്ടതാണ്. ജൽ നഹി തോ ജീവൻ നഹി, പാനി അമൂല്യ ഹേ, ജൽ ജീവൻ കാ ആധാർ ഹേ. ഇതുമായി ബന്ധപ്പെട്ടാത്തത് ഏതാണ്? പ്ലാസ്റ്റിക് ധർത്തിക്ക് ലിയെ ഹാനികാരക് ഹേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജൽ സംരക്ഷൺ സംബന്ധി വാക്യം. ഇനി ജലസംരക്ഷണത്തിനെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് ഉപയോഗിക്കുക. പാനി അമൂല്യ ഹേ ഉസ്കെ സംരക്ഷൺ കരെ, എന്നിട്ട് ഒരു ബോക്സിലാക്കി വെക്കുക. കൂടാതെ ഒരു വെള്ളത്തുള്ളിയുടെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ടാപ്പിൻ്റെ ചിത്രമൊക്കെ നമുക്ക് വരച്ച് മനോഹരമാക്കാം. അടുത്ത ചോദ്യം നന്നെ ഉല്ലോ പൂരി രാത്ത് പേട് പർ ബൈഠ് കർ സോച്താ രഹ്താ.
എന്നെ ഉല്ലു രാത്രി മുഴുവനോ എന്താണ് പേഡ് പർ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് സോച്താ രഹത്ത ചിന്തിച്ചിരുന്നു. എന്താ ചിന്തിച്ചത്? ആസ്മാൻ ഓർ സിത്താരോക്കെ ബാരേമേ, ആകാശത്തെയും അതേപോലെ നക്ഷത്രങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സമുദ്ര ഓർ ലഹരോക്കെ ബാരേമേ, വേറെ എന്തിനെ കുറിച്ചായിരുന്നു? സമുദ്രത്തിനെയും അതേപോലെ തിരമാലകളെയും കുറിച്ച് ആലോചിച്ചു. जो भी അമ്മ से सीखा था उसके बारे में सोचता था. അമ്മ എന്തൊക്കെയാണോ പഠിപ്പിച്ചത്, അമ്മയിൽ നിന്ന് എന്തൊക്കെയാണോ പഠിച്ചത് അതിനെ പറ്റിയും ആലോചിച്ചിരിക്കണം. സുബഹ ഹോനെ പർ വഹ അമ്മ സെ ബോലെ, രാവിലെ ആയപ്പോൾ അയാൾ അമ്മയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കിത്തിനെ പ്യാർ കർത്തെ ഹോ, എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട്. ആസ്മാൻ കിത്തിന ഊഞ്ചാ ഹെ, സമുദ്ര കിത്തിന ഗഹര ഹെ, ഉത്തിന പ്യാർ കർത്താ ഹോ, അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ടീക്ക് ഹേമ മുജെ ബഹുത് നീന്ത് ആ രഹി ഹെ, എനിക്ക് ഉറക്കം വരുന്നു. മേ തുംസെ പ്യാർ കർത്താ ഹും, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അച്ഛാ തും സോ ജാവോ, നീ ഉറങ്ങിക്കോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെയാണ് എവിടേക്കാണ് എഴുതേണ്ടതെന്ന് നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. നമ്മൾ സ്വന്തമായിട്ട് കോൺവെർസേഷൻ ഉണ്ടാക്കിയൊന്നും വേണ്ട. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത് ആദ്യം ഏതാണ്, രണ്ടാമത്തെ ഏതാണ്, മൂന്നാമത്തെ ഏതാണ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതിയേ വേണ്ടു. വളരെ സിമ്പിളാണ്. ഓക്കെ, ആദ്യം എന്തൊക്കെ? മേ തുംസെ പ്യാർ കർത്താ ഹും, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അപ്പോൾ കിത്തിന പ്യാർ കർത്താ ഹെ, രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം. കിത്തിന പ്യാർ കർത്താ ഹെ, എത്ര സ്നേഹിക്കുന്നു. അപ്പോൾ നന്ന ഉല്ലു പറയാണ്, ആസ്മാൻ കിത്തിന ഊഞ്ചാ ഹെ, ആസ്മാൻ കിത്തിന ഊഞ്ചാ ഹെ, സമുദ്ര കിത്തിന ഗഹര ഹെ, ഉത്തിന പ്യാർ കർത്താ ഹും, അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം, മേ തുംസെ പ്യാർ കർത്താ ഹും. നന്ന ഉല്ലു പറയാണ്, ഞാൻ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നു. അപ്പോൾ അമ്മ തിരിച്ച് ചോദിക്കുകയാണ്, എത്രത്തോളം? കിത്തിന പ്യാർ കർത്തേ ഹോ, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ നന്ന ഉല്ല പറയാണ്, ആസ്മാൻ കിത്തിന ഊഞ്ചാ ഹെ, സമുദ്ര കിത്തിന ഗഹര ഹെ, ഉത്തിന പ്യാർ കർത്താ ഹും, എത്രത്തോളം ആകാശം എത്ര ഉയരെയാണോ, സമുദ്രം എത്രത്തോളം ആഴമേറിയതാണോ അത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. പിന്നെ പറയാണ്, ടീക്ക് ഹെ മാ മുझे നീന്ത് ആ രഹി ഹെ, എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ പറയാം, അച്ഛാ തും സോ ജാവോ, നീ ഉറങ്ങിക്കോളൂ. വളരെ സിമ്പിളാണ്. കോൺവെർസേഷനൊക്കെ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ ഏതാണോ ആദ്യം എഴുതേണ്ടത്, രണ്ടാമത് എഴുതേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയേ വേണ്ടോ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഗണ്ട് പഡേ ഓർ സഹി മിലാൻ കരെ, ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ ഒരു പാസേജ് വായിക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ മതി. ഖിൽ ഖിലാക്കർ ബഹത്തി നദിയാം ഓർ हरा घाघरा पहनकर नाचते लहलहाते खेत भारत की अपनी विशेषताएं हैं. ओके, चाहो हृदय मेहमान बनकर मुस्कुराती हुई इस देश से गुजर आते हैं. गर्मी, सर्दी और बारिश सभी यहाँ पर साल अतिथि बनकर आते हैं. रह सहन, खान पान, भाषा तथा धर्म अलग अलग होने पर भी भारतवासी एकता के साथ रहते हैं. അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ആദ്യത്തെ എന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ചഹോം ഹൃദോം, ചഹോം ഹൃദോ. അപ്പോൾ ഇവിടെ ചഹോം ഹൃദോം മെഹ്മാൻ ബൻകർ മുസ്കുരാത്തി ഹെ. അപ്പോൾ നമുക്കത് എവിടെ എഴുതാം? മേ മുസ്കുരാത്തി ഹുയി ഗുസർ ജാത്തെ ഹെ. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസ് ഇവിടെ തന്നെ ഉണ്ട്. ഇനി അടുത്ത ഭാരത്വാസി. ഭാരത്വാസി എന്ന് എവിടെയാണുള്ളത്? ഭാരത്വാസി ഏകതാക്കെ സാത്ത് രഹത്തെ ഹെ. അപ്പോൾ നമുക്കത് എവിടെയുണ്ടോ നോക്കാം. ഭാരത്വാസി ഏകതാക്കെ സാത്ത് രഹത്തെ ഹെ, അതിവിടെ ഉണ്ട്. ഇനി അടുത്ത ഗർമി സർദി ഓർ ബാരിഷ്. അപ്പോൾ ഗർമി സർദി ഓർ ബാരിഷ് സബി യഹാം പർ സാൽ അതിഥി ബൻകർ ആത്തേ ഹെ, അതും ഇവിടെയുണ്ട്. അതിഥി ബൻകർ ആത്തേ ഹെ, നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നു. ഓക്കെ, ഇനി ഖിൽ ഖിലാക്കർ ബഹത്തെ, അതെന്താണ്? ഖിൽ ഖിലാക്കർ ബഹത്തി നദിയാം ഓർ ഹര ഗാഗ്ര ബൻകർ നാച്തേ. അപ്പോൾ
അപ്പോൾ ഇവിടെ കിൽക്കിലാക്കർ ബഹത്തി നദിയാം, അതും ഇവിടെയുണ്ട്. കിൽക്കിലാക്കർ ബഹത്തി നദിയാം. ഇനി അടുത്ത ഹരാ കാഗ്ര പഹൻകർ. ഹരാ കാഗ്ര പഹൻകർ നാച്തെ ലഹലഹാത്തെ ഗേത്ത്, അതും ഇവിടെയുണ്ട്. നാച്തെ ലഹലഹാത്തെ ഗേത്ത്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ്. ആ പാസേജ് നമ്മൾ നല്ലവണ്ണം വായിച്ച് നോക്കിയാൽ മതി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പാസേജാണ്. गांधी जयंती हर साल 2 अक्टूबर के पूरे भारत में मनाया जाता है. അപ്പോൾ ഗാന്ധി ജയന്തി എല്ലാ കൊല്ലവും ഒക്ടോബർ 2 ഇവിടെ ആഘോഷിക്കുകയാണ്. ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിക്ക് ജന്മദിൻ കി ഖുഷി മനായ ജാതെ ഹെ. അപ്പം ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. ഗാന്ധിജി സത്യ ഓർ അഹിംസ മാർഗ് കോ മാനത്തെ थे. ഗാന്ധിജി സത്യവും അഹിംസയുമാണ് മുറുകെ പിടിച്ചത്. വേ ദുസ്രോക്ക് അഹിംസക്കെ മാർഗമേ ചലനേക്ക് ശിക്ഷാദി. അപ്പോൾ അഹിംസയുടെ മാർഗത്തിൽ നടക്കാനാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത്. ഗാന്ധിജിക്കോ ബാപ്പു ഓർ രാഷ്ട്രപിതാക്കെ നാം സെ ഹി ജാനാ ജാത്താ ഹെ. ഗാന്ധിജിയെ എന്തൊക്കെ വിളിക്കുന്നുണ്ട്? ബാപ്പു എന്ന് വിളിക്കുന്നുണ്ട്, രാഷ്ട്രപിത എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാസേജ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഈസ് ഖണ്ഡ് ലിയെ അധിക ശീർഷക് ദേ. ആദ്യം തന്നെ ഇതിനൊരു ശീർഷക് നൽകാനാണ്, ഒരു ടൈറ്റിൽ. അപ്പം നമുക്ക് ഗാന്ധിജിന്നോ അല്ലെങ്കിൽ ഹമാരെ രാഷ്ട്രപിതാന്നോ അല്ലെങ്കിൽ ഹമാരെ ബാപ്പുന്നോ ഒക്കെ എഴുതാം. ഇവിടെ അതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഗാന്ധി ജയന്തി കബ് മനായ ജാത്ത ഹെ. അപ്പോൾ ഗാന്ധി ജയന്തി ഹർ സാൽ 2 അക്ടോബർ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എളുപ്പമാണ്, അക്ടോബർ 2 ഇനി അടുത്തത് ഗാന്ധിജി കോൺസി മാർഗ് പർ ചലനെ ഹി ശിക്ഷ ദേതി ഹെ. അതും ഇവിടെ തന്നിട്ടുണ്ട്. അഹിംസക്കെ മാർഗ് പർ ചലനേക്ക് ശിക്ഷ. അപ്പോൾ നമുക്കിവിടെ അഹിംസക്കെ എന്ന് എഴുതാം. ഓക്കെ, ഹമാര രാഷ്ട്രപിത കോൻ ഹെ? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി. അതും നമുക്കറിയാം, മഹാത്മാഗാന്ധി. महात्मा के जन्मदिन की खुशी में डैश मनाया जाता है बाल दिवस गांधी जयंती. അപ്പോൾ അതും ഇവിടെ തന്നിട്ടുണ്ട്. ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധി की जन्मदिन की खुशी मनाया जाते हैं. അപ്പോൾ എന്താണ്? ഗാന്ധി ജയന്തി. അപ്പോൾ വളരെ എളുപ്പമാണ്, സുഗമ ഹിന്ദി പരീക്ഷ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.